ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹണി ജാം കേക്കാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലും ഈ ജാം കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജാം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി മുട്ട ചേർക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് അരക്കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് എണ്ണയും മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചൊന്ന് കലക്കി എടുക്കാം. ഇപ്പം ഞാൻ മുട്ടയും എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് മുട്ടയുമായിട്ട് ചേർന്ന് വരത്തക്ക രീതിയിൽ വേണമെന്ന് കലക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ വിസ്ക് വെച്ച് കലക്കുന്നതിന് പകരമായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താലും മതിയാവും. ഇപ്പം ഞാൻ അരക്കപ്പ് പഞ്ചസാരയും 2 പ്രാവശ്യമായിട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് അരിച്ച് വേണം ഈ ഒരു മുട്ടയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ച് ഈ മാവ് നമുക്ക് മുട്ടയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരിച്ചൊന്ന് മുട്ടയിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് കിട്ടണം. ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് കലക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കലക്കി എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇപ്പം നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിനായിട്ട് ഞാൻ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ബട്ടർ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ പകുതിയോളം വരത്തക്ക രീതിയിൽ വേണം എപ്പോഴും നമ്മൾ കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനൊരു കടായി ഒന്ന് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു 30 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം 30 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വരണം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ബട്ടർ ഷീറ്റിൽ പിടിച്ചിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് വെക്കാം. ഇനി നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കുറേ ഹോളുകളൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഹണിയൊക്കെ ഈ ഒരു കേക്കിൻ്റെ ഉള്ളിലോട്ടും ഇറങ്ങുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഷുഗർ സിറപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഹോളിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കേക്കിന് മുകളിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഹണി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ ഹണി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക്
3 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലൊന്ന് ആക്കി എടുക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കേക്കിൻ്റെ ഉള്ളിലോട്ട് ഇത് ഈസി ആയിട്ട് ഇറങ്ങിപ്പോരുള്ളൂ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹണി നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹണി കേക്കിൽ മിക്കവാറും ഷുഗർ സിറപ്പ് ആയിരിക്കും ഒഴിച്ചിട്ടുണ്ടാവുക. നമുക്ക് ഹണിക്ക് പകരമായിട്ട് ഷുഗർ സിറപ്പും യൂസ് ചെയ്യാവുന്നതാണ്. ഷുഗർ സിറപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കേക്കിനുള്ളിലോട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് തന്നെ ഈ ഷുഗർ സിറപ്പ് ഇറങ്ങിക്കോളും. ഇപ്പം ഹണി ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇത് ഉള്ളിലോട്ട് ഇറങ്ങുള്ളൂ. ഇപ്പം ഞാൻ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹണി മൊത്തത്തിൽ ഈ കേക്കിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ജാമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ അളവിൽ ജാം ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പിയർ ജാമാണ്. നമ്മുടെ കയ്യിൽ ഏത് ജാമാണോ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജാം കേക്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ആയിരിക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ കയ്യിൽ റെഡ് ജാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അതല്ല ഏത് ജാമാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പിയർ ജാമാണ് എടുത്തിട്ടുള്ളത്. ഈ ജാം ചെറുതായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. മെൽറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ കേക്കിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ജാം ഒന്ന് മെൽറ്റായി വരും. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജാമൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ജാം നമുക്ക് കേക്കിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ജാം മുഴുവനായിട്ട് കേക്കിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കോക്കനട്ടാണ്. ഒന്നിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് ഈ തേങ്ങയൊന്ന് കിട്ടിക്കോളും. ഇനി നമ്മൾ ഈ തേങ്ങ കേക്കിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹണി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലും ഹണി കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഹണി കേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലും തയ്യാറാക്കി എടുക്കാം. അധിക വില കൊടുത്തിട്ട് നമ്മളിനി ബേക്കറികളിൽ പോയി കഴിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഹണി കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു കേക്കാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.